ഓം നമസ്കാരം. ഞാൻ വേണുഗോപാൽ കണ്ണമല. ജ്യോതിഷം തെറ്റും ശരിയും അതിനെപ്പറ്റി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ ജ്യോതിഷം എടുക്കുമ്പോൾ മനുഷ്യൻ്റെ ജന്മമാണ് നമ്മൾ എടുക്കേണ്ടത്. ആ ജന്മം എടുക്കുമ്പോഴത്തേക്കിന് നമ്മൾ തള്ളയുടെ വയറ്റിൽ 4 മാസം പ്രായമായ സമയത്ത് ജന്മം എടുക്കുന്ന അന്നേരമാണ്. ആ ജന്മം വെച്ചിട്ട് വേണം നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. അല്ലാതെ ജനിച്ച് കഴിഞ്ഞ നക്ഷത്രങ്ങൾ വെച്ചിട്ടല്ല കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ജന്മം വരുമ്പോൾ പൂർവ്വജന്മത്തിൽ അനുഭവിക്കുന്ന കഴിഞ്ഞ ജന്മങ്ങളും ഇപ്പോഴത്തെ ജന്മങ്ങളുമായിട്ടുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരും. അതിനകത്ത് നമുക്ക് പറയാൻ പറ്റിയ കാര്യങ്ങൾ മാത്രം ബാക്കി പറയാതിരിക്കണമെന്നാണ് ശാസ്ത്രം. അപ്പോൾ അതിനെപ്പറ്റിയിട്ട് ആ സംഗതി നമ്മൾ എടുക്കുമ്പോഴത്തേക്കിന് തത്വശാസ്ത്രപ്രകാരം നമ്മളൊരു പെരപണിയാനായിട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ആശാരിക്ക് ആ പറമ്പിൽ ചെന്ന് കഴിയുമ്പോൾ 5000 വർഷം വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് നോക്കിയിട്ട് ആ പറമ്പിനെപ്പറ്റി സംബന്ധമായി പഠിച്ചതിന് ശേഷമാണ് പിന്നെ വരുന്നത് വൈദ്യമാണ്. അപ്പോൾ വൈദ്യകളെ കൂട്ടി പഠിച്ചാണ് ഈ സംഗതി നമ്മൾ മൊത്തത്തിൽ എടുക്കുന്നത്. അങ്ങനെ പഠിച്ചു വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പൂർവ്വജന്മത്തിൽ നമ്മൾ ആരായിരുന്നുവെന്നും വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കുമെന്നും കഴിഞ്ഞു പോയ കാര്യത്തിൽ നമ്മൾ ആരായിരുന്നുവെന്നും ഇതിനെപ്പറ്റി വിശകലനം ചെയ്തതിന് ശേഷമാണ് അതിനകത്ത് ആ പറമ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ജ്യോതിഷമെന്ന് പറയുന്ന മനുഷ്യൻ ജന്മം എടുത്ത് ഇവിടെ വന്നതിന് ശേഷം ആ നക്ഷത്രങ്ങൾ വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അത് ശരിയാകത്തില്ല. അതുകൊണ്ടാണ് തള്ളയുടെ വയറ്റിൽ 4 മാസം പറഞ്ഞത്. ഇപ്പോൾ ഗർഭമൊക്കെ അലസിപ്പിക്കുകയാണെങ്കിൽ 3 മാസം കൊണ്ട് കളയണം, അല്ലാതെ പോകുമെന്നാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ 4ാമത്തെ മാസമാകുമ്പോൾ ആത്മാവ് പ്രവേശിക്കും. ആത്മാവ് പ്രവേശിച്ച് കഴിയുമ്പോൾ അവിടെ നമ്മൾ ജന്മം എടുത്തു. അന്ന് ആ ജന്മം എടുത്തത് വെച്ചിട്ടാണ് നമ്മളൊരു മനുഷ്യൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഹിന്ദുക്കളെ സംബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് നടത്തിയാലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമുക്ക് പരാജയത്തിലേക്ക് വരുന്നത്. ഇപ്പോഴിവിടെ നടക്കുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളൊക്കെ തെറ്റും അതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇപ്പോൾ നിലയിൽ വരാൻ കാരണം. അവരാ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എല്ലാം തെറ്റുമാണ്. അതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധങ്ങളുമില്ല. അവരാ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് യോജിച്ചു പെരയുടെ സംബന്ധിച്ചിടത്തോളം കണക്ക് അംശിച്ചെടുത്ത് അതിൻ്റെ ചുറ്റളവാണ് നമ്മൾ കണക്കാക്കി ആ പെരയുടെ നമ്മൾ എടുക്കുന്നത്. ആ ചുറ്റളവ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒത്തിരിക്കുകയാണെങ്കിൽ 10 പൈസ വന്നാൽ 11 പൈസയാവുകയും ആവശ്യമില്ലാതെ വരുന്ന ജന്മദിനം ഒഴിവാകുകയും ചെയ്യണം. ഇതിനാണ് നമ്മൾ പെര വെക്കുന്നത്. അതിനാണ് 4 കെട്ട് 8 കെട്ട് 16 കെട്ട് പെരകളൊക്കെ ഇരിക്കുന്നത്. ഇവർക്ക് ഇതേപ്പറ്റിയിട്ടൊന്നും ഒരു അഭിപ്രായമില്ല. ഇവരിപ്പോൾ ചൂല് വെക്കുന്ന സ്ഥലം വരെ ഇവരാണ് ഇപ്പോൾ തീരുമാനിക്കുക. ചെടികൾ വെക്കുന്ന സ്ഥലം ഇങ്ങനെയുള്ള എല്ലാം ഇവരാണ്. ഇതൊന്നും ഇന്നും ഇന്നലെയൊന്നും വന്ന സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ സംഗതികളെല്ലാം കൂടെ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ മനുഷ്യനെ ജന്മം എടുത്തത്. അയാൾക്ക് ഏത് രീതിയിൽ പെര പണിയണമെന്ന് അന്നേരമാണ് ആശാരി തീരുമാനിക്കുന്നത്. വസ്തുവിൻ്റെ സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്കത് അറിയത്തുള്ളൂ. ഈ ഭൂമി എങ്ങോട്ടാണ് കിടക്കുന്നത്, നീരൊഴുക്ക് എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം മലയുണ്ടെങ്കിൽ മല നിൽക്കുന്നത് എങ്ങനെ, റോഡിൻ്റെ കുത്ത് എങ്ങനെയാണ്, ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ കുറ്റി വെച്ചിട്ടാണ് ഈ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞ പ്ലാനും നമ്മൾ ഉണ്ടാക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ എടുക്കുന്നത് മനുഷ്യൻ്റെ ജന്മമാണ്. അതിനകത്ത് തന്നെ 10 പൈസ മുടക്കാതെ ആൾക്കാർക്ക് നമുക്ക് മുന്നോട്ട് നേട്ടം ഉണ്ടാവുകയും ചെയ്യും. ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തുക എന്നാൽ അതൊരു ആചാരമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നു എന്നുള്ളതല്ലാതെ ഹിന്ദുക്കളെ സംബന്ധിച്ച് ആരെക്കൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടത്തില്ല. ഈ ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത് അവൻ്റെ കർമ്മഫലമാണ്. ആ തള്ളയുടെ പറ്റി 4 മാസം പ്രായമാകുന്ന ഭൂമിയിൽ വന്ന് ഇന്നോലെ അനുഭവിച്ച് ഇന്നോലെ മരിക്കുമെന്നും പറയാനാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ദോഷം മാറ്റാൻ ഭൂമിയിൽ ആരെക്കൊണ്ട് സാധിക്കത്തില്ല. അങ്ങോട്ട് ജനിച്ചിട്ടില്ല, ജനിക്കുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ഇതിൻ്റെ പുറകെ പോകുന്നത്? അത് പാരമ്പര്യമായിട്ട് നമ്മൾ ചെറുപ്പകാലം മുതലേ അറിവില്ലായ്മയാണ് ഇതിനകത്തെ കാരണം. പിന്നെ അതുകൊണ്ടാണ് ജ്യോതിഷം എന്ന് പറയുമ്പോൾ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വിഷയം സംബന്ധിച്ച് തുടർന്നും വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ആ തത്വശാസ്ത്രപ്രകാരം ഭവനം ഉണ്ടാക്കുന്നതും അതിൻ്റെ ചുറ്റളവ് കാര്യങ്ങൾ അതേത് രീതിയിൽ ചെയ്യണം, അതിനോടനുബന്ധിച്ച് വരുന്ന രോഗങ്ങൾ, ആ മനുഷ്യനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മനുഷ്യൻ്റെ ജന്മത്തിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും തുടർന്ന് ഓരോരോ വീഡിയോകൾ നമ്മൾ അയക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കൂടുതലായിട്ട് ഈ സംഗതി കാണുകയും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് യാതൊരുവിധ ചിലവുകൾ കാര്യങ്ങളില്ലാതെ പെരയിലൊന്നും ചെയ്യാതെ തന്നെ പെരയുടെ ദോഷങ്ങളെല്ലാം നമുക്ക് മാറ്റാവുന്നതാണ്. ഗ്യാരണ്ടി ആയിട്ട് അറിയാം. എന്നെ ഒത്തിരി പേർക്ക് അറിയാവുന്നതാണ്. ഈ വീഡിയോയിൽ വരുന്ന ഈ മോശമായ കാര്യങ്ങൾ കണ്ടിട്ട് മടുത്തിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ദോഷമായിട്ട് വരത്തില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു അനുഗ്രഹമായിട്ടേ വരത്തുള്ളൂ. നിങ്ങൾക്ക് വീണ്ടും കാണാം.